ഓക്കെ, അപ്പൊ ഇതാണ് മാമുക്കോയ സാറിന്റെ ഉപയോഗിച്ച റൂം, ബെഡ്റൂം അല്ലേ? ഇപ്പൊ എന്താ 2 ജോഡി ഡ്രസ് ആയിട്ട് പോകും, പിന്നെ സിനിമ സെറ്റ് നൽകി കൊടുക്കുകയൊക്കെ ചെയ്യും. പാന്റ് ഒന്നും ധരിക്കില്ല, സാധാ ഒരു വെള്ള തുണി സെറ്റ് 2-3 സെറ്റും ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ മൊബൈലും ആ മൊബൈൽ അപ്പന്റെ മൊബൈലുണ്ട്, ഇപ്പോഴും അത് അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണല്ലേ? ഇടയ്ക്ക് ചാർജ് ചെയ്യും. സിനിമ കാണുമ്പോൾ തമാശ തഗ്ഗൊക്കെ പറഞ്ഞ അതൊന്നുമില്ല. ഇല്ല, അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അങ്ങനെ സ്ട്രിക്റ്റും അല്ല, സാധാരണമാതിരി തന്നെ. ദേഷ്യപ്പെടലേ ഇല്ല, ദേഷ്യം പിടിക്കുകയില്ല. ദേഷ്യം പിടിക്കാത്തല്ല, ചീത്ത അറിയാൻ വളരെ അപൂർവമായിട്ടൊക്കെ നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പം ലൈക് നിരന്തരം വിളിച്ച് അന്വേഷിക്കുക, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്ന അങ്ങനെ ആരെങ്കിലും സുഹൃത്തുക്കൾ, സെലിബ്രിറ്റീസ്? സിനിമാ ലോകത്ത് ആരുമില്ല, ആർക്കുമില്ല. ഒരാൾക്കൊരാളും സിനിമാ ലോകത്തിൽ ഇതൊക്കെ ആ സെറ്റിൽ കൂടുന്നു, പടം വർക്ക് ചെയ്യണ്, പടം കഴിയുമ്പോൾ പിരിച്ചു വിടും. ലാലേട്ടൻ വന്നിരുന്നത് മരിച്ചത് അതിന് മുമ്പൊന്നും വന്നില്ല. പഴയ വീട്ടിൽ മുമ്പ് അമ്മക്ക് വന്നില്ല, തറവാട്ടിലവിടെ. പിന്നെ മരിച്ച സമയത്ത് ഒരുപാട് ആളുകൾ വന്നതിന് ശേഷം വന്നതൊക്കെ. അല്ലാതെ പിന്നെ ഇപ്പൊക്കെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റാന്ന് പറയുക, സെലിബ്രിറ്റി മൈൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ വന്നാലൊക്കെ വലിയ ബന്ധങ്ങളാന്ന് പറയിപ്പിക്കാനൊക്കെ അല്ലെ വീട്ടിൽ കൊണ്ടുപോകണം. എന്തുണ്ട് ആസിഫ് അലി മമ്മൂട്ടിന്റെ കാറേറ്റ് വീട് പോയപ്പോൾ ആള് കൂടി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡൊന്നുമില്ല. അങ്ങനെ വരുത്തുണ്ടെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ വരുത്തുണ്ടായിരുന്നു, മണിച്ചേട്ടൻ വരുത്തുണ്ടായിരുന്നു, ഇന്നസെന്റ്, പിന്നെ അങ്ങനെ ഒടുവിൽ തിലകന്, ആ ഒരു ടീമില്ലേ ഇപ്പൊ എന്റെ പഴയ ഒരു ക്ലാസിക് ടീമുകൾ. അല്ലാത്തവർ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലേ, അവരിങ്ങനെ പോകുന്നു. ഇതാണോ മാമുക്കോയ സാറിന്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കല്. പിന്നെ പെരുമഴക്കാലൊക്കെ കാണുമ്പോൾ ഒരു വിഷമ. മുമ്പൊക്കെ കാണില്ല, മരിച്ചതിന്റെ പിന്നെ എന്നെ കാണില്ല. ചിരിച്ചു. ഈ റാംജിറ സ്പീക്കിങ്ങിലൊക്കെ ഒരു സീനില്ല, ഓഫീസിലൊക്കെ വരുന്ന തലക്ക് ഒളിവില്ലാത്തവനെ പറയുമ്പോൾ ഇപ്പൊ മുഖത്തോട്ട് പറയുന്നുണ്ട്, എനിക്കല്ല നിങ്ങൾ വാപ്പക്കാന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ചിരിച്ചു പോകും, അപ്പൊ എല്ലാരും ചുരുക്കുക, അപ്പൊ എണീച്ചു പോകും. അപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടിരിക്കും. മരത്തിന്റെ പണിയാണ് ഇപ്പൊ, അളവിന്റെ പണി വരുന്ന മുമ്പ്. മരൊക്കെ നല്ല മരത്തിൽ തന്നെ ഒക്കെ ചെയ്യുള്ളൂ. വീട്ടിന് 95 കള്ളി ഞാൻ വായിലുണ്ട്. 95 ഒക്കെ തേക്ക് തന്നെ ചെയ്യണം. ഫാസിലിന്റെ വീട്ടില്, മോഹൻലാലിന്റെ വീട്ടില് ഇതാണ് എന്തായാലും ഈ സ്റ്റെയറിന്റെ ഈ ഫ്രെയിമാ. മോഹൻലാലിന്റെ വീട്ടിലിട്ട് പഴയ വീട്ടിലൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇരിക്കല് ഇവിടെ ഈ മൂലയില, ഇവിടെ ആ കസേരയിലാണ് ഇരിക്കുക. ഓ, അവിടെ അറ്റത്ത് ഒരു സാധാ പ്ലാസ്റ്റിക് ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെയാണ് തീരെ അവിടെ ഇരിക്കുക. അവിടെ നിന്ന് ഇങ്ങനെ ഗേറ്റിലേക്ക് കാണാലോ. ഞാനിപ്പോ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മാമുക്കോയുടെ വീട്ടിലാണ്. ആക്ച്വലി കോഴിക്കോട് ആ ഒരു മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ആട്ടോ ഈ വീട്. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഫീലിംഗ്. ഇപ്പോൾ മൊത്തത്തിലുള്ള ഒരു പച്ചപ്പ് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫീലിംഗ്. ആൻഡ് അവരുടെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാ വണ്ടിക്കും നമ്പർ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് 84 85 എന്നാണ്. ഇത് മാമുക്കോയ സാർ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്, 2000-ൽ എടുത്ത വണ്ടിയാണ്, ക്വാലിസ്. എന്തായാലും നമ്മളത് കാണിക്കാനായിട്ട് നമ്മളെ കാത്ത് അകത്ത് അദ്ദേഹത്തിന്റെ മകൻ നിസാറിക്കുണ്ട്. ഹായ്. ഇവിടെ പുറത്തിപ്പം കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട്, എല്ലാത്തിന്റെയും നമ്പർ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. 84 85. അത് കുറെ മുമ്പേ, ഒരുപാട് മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു, 90-ൽ എടുത്ത. അതിന് നമ്പർ പിന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ നമ്പർ തന്നെ എടുക്കുന്നത്. 84 85 ആക്കിയല്ലേ. ഈ ക്വാളിസിന്റെ പുറകിലുള്ള കഥ ഇതാണോ മാമുക്കോയ സാറിന്റെ മെയിൻ വണ്ടി? സ്ഥിരമായിട്ട് ഉപയോഗിക്കല്. ഇത് പോണ്ടിച്ചേരി വണ്ടി, അന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ ഒന്നുമില്ല. അന്ന് പോണ്ടിച്ചേരി 2000-ൽ എടുത്താ. 2000-ൽ എടുത്ത ക്വാളിസ് ആണല്ലേ. നമ്പർ മാറ്റാത്തോണ്ട് പിന്നെ അവിടെ നിന്ന് കിട്ടിയ നമ്പർ തന്നെ ഉപയോഗിക്കാം. അപ്പൊ അദ്ദേഹം അവസാന കാലം വരെ ഉപയോഗിച്ചിരുന്നത് ഈ വണ്ടി തന്നെയായിരുന്നു. അപ്പൊ തന്നെ ഉപയോഗിക്കല്. പിന്നെ ഇതില് ഇതൊക്കെ 2018-ലൊക്കെ എടുത്ത വണ്ടിയാണ്. നിസാർഖാന്റെ ഇതിലെ ഫേവറേറ്റ് ഏത് വണ്ടിയാണ്? ഇത് തന്നെ ഹോട്ടലൊക്കെ കോൾസ് തന്നെയാണ് ആണല്ലേ. ഓക്കെ. ഇവിടെ ആക്ച്വലി എങ്ങനെ കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? പോയതാ, കുറെ ഒഴിവാക്കി. അതില് കിളികളതാ, പാമ്പ് കയറും, അപ്പൊ ഇങ്ങനെ മീന് ഇതൊക്കെ ഉണ്ട്.
മീനുണ്ടായില് അത് ആ കുട്ടി കുട്ടി മീനുകളുണ്ട് അല്ലേ? ചെറിയ മീനുകളൊക്കെ ഉണ്ട്, ചെറുതൊക്കെ. ഈ പുറത്തിരിക്കുന്ന ആ ഒരു മാമുക്കോയ സാറിനെ കാണാൻ വരുന്നവര് ഇപ്പൊ അവിടെ സ്ഥിരമായിട്ടിരിക്കല ആ കാറിന്റെ അവിടെ മൂലയിലൊരു സ്ഥലത്താണ് ഇരിക്കും. ആ ഇട്ടിരിക്കുന്ന ടേബിളൊക്കെ എത്ര വർഷം പഴക്കമുള്ളതാ? ഇതൊക്കെ 10-25 വർഷം ഉണ്ടാവും. വീട് മൊത്തം 30 വർഷം ഉണ്ടാവും. ഈ വീടിന് 30 വർഷത്തെ പഴക്കമുണ്ടല്ലേ? അത് പണിയുമ്പോഴേ ഇങ്ങനെയാണോ അതോ നിങ്ങളായിട്ട് മോഡിഫിക്കേഷൻ? ഇല്ല, ഇത് തന്നെ ഡയറക്റ്റ് എടുത്തത് തന്നെ വീട്. എടുത്ത് തന്നെയാണെന്നല്ലേ? 30 വർഷം. ഓക്കെ. ഇത് മൊത്തം മാമുക്കോയ സാറിന്റെ ഒരു ഇപ്പൊ സിനിമ നടനൊക്കെ അവിടെ പഴയ ഒരു വീട്ടില് തറവാട്ടില് താമസം. അവിടുന്ന് കുറച്ച് സിനിമ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ ഇങ്ങോട്ട് താമസം. ഞാൻ ഇങ്ങോട്ട് കേറിയപ്പോ ശ്രദ്ധിച്ചത് ഡോറ് എന്ത് തടിയത്. അപ്പൊ മരം ഭയങ്കര ഭ്രാന്താ. മരമൊക്കെ നല്ല മരത്തിൽ തന്നെ ഒക്കെ ചെയ്യുള്ളൂ. വീട്ടിന് 95 കള്ളി ജനവായിലുണ്ട്. 95? 95 കള്ളി. ഇതെല്ലാം മറ്റേ തേക്ക് പോലുള്ള തേക്ക് തന്നെ ചെയ്തതാണല്ലേ? അത് ഞാൻ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഡോറും സ്റ്റെയറും ഒക്കെ വുഡിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഈ മുകളിൽ വെച്ചിരിക്കുന്ന ഈ മൊമെന്റോസ് ഈ സിനിമന്റെ മൊമെന്റോസ് അന്ന് മുമ്പൊക്കെ 50 ദിവസം 100 ദിവസം ഒക്കെ ആകുമ്പോൾ കൊടുക്കും. അത് 20-ാം നൂറ്റാണ്ട് 125 ദിവസം, നായർ സാബ് 125 ദിവസം, വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ 100 ദിവസം. ഇത് തലയണ മന്ത്രത്തിന്റെ കിരീടം, ആ കിരീടം 125th ഡേ. ഇതൊക്കെ അന്നൊക്കെ ഇതൊരു 100 ദിവസം ഒക്കെ ആകുമ്പോ ഒരു ആഘോഷമായിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് കൂടി ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തും. ഇപ്പൊ അതൊന്നും ആരും ചെയ്യല്ല. പണ്ട് കളിക്കളം, മമ്മൂട്ടിന്റെ കളിക്കളം. അയ്യോ, ഒരുപാട് സിനിമകൾ അങ്ങനെ വരുമ്പോ ഓർമ്മ വന്ന സിനിമകളാ അത്. മൈവിൽ കാവടി, കമലതളം, വളയോ, വർണ്ണമുണ്ട്, രസതന്ത്രം 150 അല്ലേ? ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഇതന്ന് ഇങ്ങനെ ഒരു സാധനം ഇതിന്റെ സ്റ്റാൻഡ് വിട്ടുക. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. രസതന്ത്രമൊക്കെ പിന്നെ പുതിയ പടങ്ങൾ. ഇത് പഴയ പടം തന്നെ ഒരുപാട്. സയൻസ് അബ്ദുള്ള, പെരുവണ്ണായിരത്തെ വിശേഷം, പലതും ഉണ്ട്. രാംജിറാവ് സ്പീക്കിംഗ്. ഇക്കൊക്കെ ആക്ച്വലി ഏത് ക്യാരക്ടറാണ് അങ്ങനൊന്നുമില്ല. എല്ലാ സിനിമയും കാണും, എല്ലാം കാണും. നല്ലൊരു പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെ ഇല്ലല്ലേ. പിന്നെ പെരുമഴക്കാലൊക്കെ കാണുമ്പോ പിന്നെ ഒരു വിഷമ. മുമ്പൊക്കെ കാണില്ല, ഇപ്പൊ കാണില്ല. കുരുതി അതൊക്കെ മരിച്ചതിന്റെ ശേഷം പിന്നെ തന്നെ കാണില്ല. ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ കണ്ടാലും എപ്പോഴും ചിരിച്ചു. രാംജിറാവ് സ്പീക്കിംഗ് ഒപ്പം സിനിമക്കൊന്നും പോക്കില്ല. വളരെ അപൂർവമല്ല, സിനിമക്കേ പോക്കില്ല. അപ്പൊ എന്നോട് ഇവിടുന്ന് കാണുമ്പോഴൊക്കെ ചിലപ്പോ ടിവിയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോ ചെറുക്കി മണിച്ചു പോകും. ഞാൻ ചിരിച്ചു പോയി. രാംജിറാവ് സ്പീക്കിങ്ങിലൊക്കെ ഒരു സീനില്ല, ഓഫീസിലൊക്കെ വരുന്ന തൊരപ്പന്നൊക്കെ വിളിക്കണേ. നിങ്ങൾ കണ്ടിക്കണോ പടക്കം? നിങ്ങൾ ജനിച്ചിക്കണോ? ജനിച്ചിട്ടില്ല, പക്ഷെ ടിവിയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയം അതിലൊരു സീനൊക്കെ ഉണ്ടല്ലോ. പിന്നെ തലക്ക് ഒളിവില്ലാത്തവനെ പറയുമ്പോ മുഖത്തോട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എനിക്കല്ല നിങ്ങൾ വാപ്പക്കാന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ചിരിച്ചു പോകും. അപ്പൊ എല്ലാരും ചിരിക്കും. അപ്പൊ എണീച്ചു പോകും. അപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് മാമുക്കോയ സാറിന്റെ ഉപയോഗിച്ച റൂം, ബെഡ്റൂം അല്ലേ? അപ്പൊ ഇപ്പൊ ഉമ്മ ഒറ്റയ്ക്കാണ് ഈ റൂമിൽ ഇവിടെ തന്നെ കിടക്കും. അങ്ങനെ. ഈ പെട്ടി അതൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന പെട്ടികളാ. ശരി. അല്ലെ അവസാന കാലം വരെ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണോ? 2-3 പെട്ടി അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കണ തന്നെ. അപ്പൊ അതിലെങ്ങനെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കും? 2 ജോഡി ഡ്രസ് ആയിട്ട് പോകും. പിന്നെ സിനിമ സെറ്റ് നൽകി കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ മറ്റുള്ളവരും എടുക്കണമാതിരി അങ്ങനെ കുറെ ഇതൊന്നും ഇടൂല. അങ്ങനെ പാന്റ് ഒന്നും ധരിക്കില്ല. സാധാ ഒരു വെള്ളത്തുണി സെറ്റ് 2-3 സെറ്റ് ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് അലക്കി കൊടുക്കുന്നല്ലേ? ആക്ച്വലി ഈ വീട്ടിലും ഇപ്പൊ 2 ടേബിൾ കട്ടിൽ അപ്പുറത്തുണ്ട് വേണ്ടി ഇപ്പൊ തന്നെ പറഞ്ഞുണ്ടാക്കിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളും മൊബൈലും സാധനമൊക്കെ വെക്കാനൊക്കെ വേണ്ടിട്ടേ. അത് അദ്ദേഹത്തിന്റെ മൊബൈലും അപ്പന്റെ മൊബൈലും ഇപ്പോഴും അത് അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണല്ലേ? ഇടയ്ക്ക് ചാർജ് ചെയ്യും. ഓക്കെ. മരത്തിന്റെ പണിയാണ്. ഇപ്പൊ മര അളവിന്റെ പണിയാണ് പണ്ട് സിനിമയിൽ വരുന്ന മുമ്പ്. അപ്പൊ അങ്ങനെ മരത്തിനോടുള്ള ഒരു പ്രേമുണ്ടല്ലോ, ഭ്രമം. അങ്ങനെ പിന്നെ ഒക്കെ നല്ല. പിന്നെ പൈസ ആവുമ്പോ മരം എടുക്കും. കൊറേ മരം കൊണ്ടുവന്ന് അങ്ങനെ ചെയ്ത് നിറയ്ക്കണൊക്കെ. ആക്ച്വലി എല്ലാ പഴയ വീട്ടിലും ഉള്ള ഒരു അലമാരിയാണ് എന്റെ വീട്ടിലും. നമുക്ക് സമ്മാനം കിട്ടിയത് തെറ്റാ. അപ്പൊ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും ഇതിന്? അതൊക്കെ കുറച്ച് വയക്കുണ്ടാവും. ഒരു 10 കൊല്ലമൊക്കെ വയക്കുണ്ടാവും. 80 years? 50 years. അല്ല 50 എന്നാണ് പറയാ. 50 എന്റെ കാര്യം 52 53 കൊല്ലം ഉണ്ടാവും. കൊള്ളാം. അപ്പം അത് അദ്ദേഹത്തിന്റെ ഡയറി സാധനങ്ങളെല്ലാം അതേപോലെ ഉമ്മ മാത്രമല്ലേ എടുക്കുള്ളൂ.
അദ്ദേഹം ഒരുപാട് വായിക്കണ ഒരു വ്യക്തിയാണ്. ആ നല്ല വായിക്കും. ഇവിടെ എല്ലാം ഉണ്ട്. എന്താ ഭഗവത്ഗീതന്റെ ഇതുണ്ട്, ഭഗവത്ഗീത രാമായണം ഒക്കെ ഉണ്ട്, എല്ലാ ബുക്കും അല്ലെ, എല്ലാ ഖുറാൻ പരിഭാഷകളും. ഭഗവത്ഗീത കാണാം, ഖുറാൻ കാണാം അല്ലെ, പല പല ബുക്കുകള്. ഭഗവത്ഗീത രാമായണം ഉണ്ട് അവിടെ, ഖുറാന്റെ പരിഭാഷകൾ 1100 ഉണ്ട്. അവിടെ അദ്ദേഹം അതൊക്കെ ഇത് നിറഞ്ഞിട്ട് വെക്കാൻ സ്ഥലമില്ല. ഇനിയും വീട്ടിൽ മുകളിൽ അവിടെ ഒക്കെ ഉണ്ട്, റൂമിൽ പല റൂമിലൊക്കെ ഉണ്ട്. ഇന്ദിരാഗാന്ധി മക്കളും രാജീവ് ഗാന്ധി അനിയനാ. അതിപ്പോ വലിയ കോൺഗ്രസ് ഭ്രാന്ത്. ഇത് ഡൽഹിയിലേക്ക് പോയി വാങ്ങിക്കൊടുന്ന. ഇതൊക്കെ അദ്ദേഹം ഓസ്ട്രേലിയ യാത്ര കൊണ്ടുവന്നാണ്. പിക്ചർ കാണാം. അത് ഏത് സിനിമയുടെ ഒരു കൂട് കൂട്ടാം എന്നൊരു സിനിമ ആണ്. മാമുക്കോ സാറിന്റെ ഏറ്റവും ഇളയ പേരക്കുട്ടിയാണ്. പേരെന്താ? അപ്പൂപ്പന്റെ ഇഷ്ടമുള്ള സിനിമ ഏത്? ഉപ്പൂപ്പന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ? ഉപ്പന്റെ പുള്ളു പേരെന്താ? തൊണ്ടിക്കോട് ഇന്നലെ പറഞ്ഞേ. തൊണ്ടിക്കോട് മുമ്പ് വിളിക്കാം. അപ്പം ഇതെന്താ ഇതൊരു സ്റ്റാൻഡാണ്. ഇതില് എന്താ പറയാ, കോഫിന്റെ പേരായി. ഇങ്ങനത്തെ യൂണീക് പീസസിനോടൊക്കെ ഒരു അതൊക്കെ കൊറേ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ കൊണ്ടുപോകും, വരുന്നവരൊക്കെ കൊണ്ടുപോകണ. ഇതിനൊപ്പന്റെ ചെറുതിൽ ഒരു ചെറിയ പഴയ ഫോട്ടോ ഞാൻ എടുക്കല്ലേ. കൊറേ പഴക്കമുള്ളൊരു ഫോട്ടോ. 2 വയസ്സൊക്കെ ഉണ്ടാവൂലേ ആ സമയത്ത്. അപ്പം ഇതാണ് കേറി വരുമ്പോഴുള്ളൊരു ലിവിങ് ഏരിയ അല്ലേ? അപ്പൊ ഈ വീട്ടിലെ കൊച്ചു കാരണവർ കസേര ഇരിക്കണ്ട്. എന്താ ഏറ്റവും ചെറിയ പേരക്കുട്ടി? ഏറ്റവും ചെറിയ പേരക്കുട്ടി അതാണ് എമീൻ. എനിവേ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോ കൊറേ മൊമെന്റോസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അല്ലേ? സ്റ്റേറ്റ് അവാർഡ് ഒക്കെ ഉണ്ട്. ഇന്നത്തെ ചിന്താ വിഷയം പെരുമഴക്കാലം. പെരുമഴക്കാലം ഇന്നത്തെ ചിന്താ വിഷയത്തിനുള്ള 2 സ്റ്റേറ്റ് അവാർഡ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് 2004 അതും പെരുമഴക്കാലം അവാർഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ എഴുത്തുകാരൻ ബഷീർ അല്ലെ? അദ്ദേഹമായിട്ട് ഭയങ്കര വലിയ സൗഹൃദം തന്നെയായിരുന്നു അല്ലേ? പിന്നെയൊക്കെ ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോ തന്നെ എന്റെ കണ്ണു പോയത് ആ ഫോണിലേക്കായിരുന്നു. അതൊക്കെ ഇപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ആന്റിക്ക് വൈൻഡാണല്ലോ പഴയ. മറ്റേ ഫിലോമിന ചേച്ചിയായിട്ടൊരു ഇതാ ഓർമ്മ വന്നത്. ഇത് പണ്ട് വർക്ക് ചെയ്തിരുന്ന ഫോണാണ്. വർക്ക് ചെയ്യുന്നുണ്ട്. കണക്ഷൻ ഇല്ല. മരത്തിന് ഭയങ്കര സ്റ്റെപ്പ്, മരത്തിന്റെ പണിയൊക്കെ എടുത്തോണ്ട് ഭയങ്കര സ്റ്റെപ്പ്. അദ്ദേഹത്തിന്റെ വിക്കിപീഡിയയിലുള്ള ബയോഗ്രഫിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ ഇപ്പൊ പറഞ്ഞ ആശാരിമാര് ഇരുത്തി വെച്ചുണ്ടാക്കണതാണ്. ഈ വാതിലുകളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിച്ചാണ്. ആണോ? പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് വാതിലുകളെല്ലാം ഇവിടെ ഉണ്ടാക്കണതാണ്. ആശാരിമാര് വെച്ച് തന്നെ ഈ വാതില്, ഈ കോണിന്റെ കൈകളും പണിയൊക്കെ. ഇതൊക്കെ മറ്റേ ഈ ഫാസിലിന്റെ വീട്ടില്, മോഹൻലാലിന്റെ വീട്ടില്, ഫാസിലിന്റെ വീട്ടിൽ ഇതാണ് എന്തായാലും ഈ സ്റ്റെയറിന്റെ ഈ ഫ്രെയിമാ. പിന്നെ വേറെ ആരൊക്കെ മോഹൻലാലിന്റെ വീട്ടിലേക്ക് പഴയ വീട്ടിലൊക്കെ ഉണ്ട് തോന്നുന്നു. ഇതൊക്കെ ഒന്നായിട്ട് വന്ന് ഒരാശാരിമാരെ തന്നെ എടുത്തത്. അത് മരിക്കണ കുറച്ച് മുന്നാരോ കൊണ്ട് കൊടുത്ത ഒരുപാട് മയക്കുണ്ടാക്കുക. ഫസ്റ്റില് 90-ലൊക്കെ മുന്നുള്ള ഫോട്ടോ ആയിരിക്കും. ഇരിക്കല് ഇവിടെ ഈ മൂലയില. അതിനിവിടെ ഇങ്ങനെ പോയി കാണാൻ കഴിയില്ല. ഇവിടെ ആ കസേരയിലാണ് ഇരിക്കുക, സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുക. അവിടെ അറ്റത്ത് ഒരു സാധാ പ്ലാസ്റ്റിക് ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ഇരിക്കുക. അവിടെ ഇരിക്കുക. അവിടെ നിന്ന് ഗേറ്റിലേക്ക് കാണാലോ. ഇക്കപ്പൊ ഇത് 30 വർഷം പഴക്കമുള്ള വീടാ പറഞ്ഞല്ലോ. സോ ഈ തടിയൊക്കെ അപ്പളേ അന്നേ ഉള്ള നേരത്തെ നിലമ്പൂര് അവിടെ നിന്ന് ലോഡ് എടുക്കണം. അപ്പൊ മരത്തിന്റെ ഒക്കെ ബന്ധമുള്ളതുകൊണ്ട് ഇത് ഡൽഹിയിൽ നിന്ന് കൊടുന്ന കൊറേ നേരത്തെ കൊടുന്ന ഒരു പഴയ ആന്റിക്ക് ടൈപ്പ്. അപ്പൊ ഇത് ഈ വീട്ടിലുള്ള ഒരു മിനി ഡൈനിങ് ഏരിയ അതോ ഇതാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ? ഇത് തന്നെയാണ്. ഇതൊക്കെ തേക്കാണൊക്കെ ഡൽഹിയിൽ നിന്ന് കൊടുന്ന നേരത്തെ. ശരി. മുകളിൽ കോഴിക്കോട് കുറെ കപ്പലടിപ്പിച്ച മാതിരി കപ്പൽ. ഇവിടെ ഓരോരുത്തർ ഗിഫ്റ്റ് ഒക്കെ എല്ലാം ഗിഫ്റ്റഡ് ആണല്ലേ? ഓരോ പരിപാടിക്ക് പോകുമ്പോ കിട്ടണം. ഒരുപാട് ഓരോരുത്തർ കൊണ്ടുപോയത് അവിടെ ഇങ്ങനെ കിടന്നിട്ട്
പൊടി പിടിച്ചെടുക്കൂലേ. ഇത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോ? ഇതെല്ലാരും കൂടെ ഊട്ടിയിലൊക്കെ പോയിട്ട് എടുത്താ. ഇക്കാണോ മറ്റത്ത് നിൽക്കുന്നേ? ഇത് റാഞ്ചുറാസ് ട്രക്കിങ്ങിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ട് എടുത്താ. നിങ്ങൾ അങ്ങനെ സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നു? ഇല്ല, മുമ്പൊക്കെ എപ്പോഴെങ്കിലൊക്കെ. ഇതിലൊക്കെ എവിടെ? ഇതിലിതാ അതാണോ ഇക്ക? ഇത് ഞാൻ അത് മൂത്ത സിസ്റ്റർ, രണ്ടാമത്തെ സിസ്റ്റർ, ഇത് അനിയന്. ഇതൊക്കെ ഉമ്മന്റെ അനിയത്തി ഭർത്താവ് മക്കളാ ബാക്കിയുള്ളത് കുവൈത്തില്. ഇപ്പം മാമുക്കോയ സാർ ഇപ്പൊ ഒരു നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? സാധാരണ മാതിരി തന്നെ, എല്ലാരും പോലെ തന്നെ. കൂടുതൽ ആവശ്യമില്ലാതെ ചെറുക്കിയ കളയാവുന്നില്ലല്ലോ. സിനിമ കാണുന്നവരുന്നുണ്ടാവില്ല, തമാശ ഒന്നും വീട്ടിലില്ല. സാധാരണ മാതിരി തന്നെ. അല്ല സിനിമ കാണുമ്പോൾ തമാശ തഗ്ഗൊക്കെ പറഞ്ഞ അതൊന്നുമില്ല. ഇല്ല, അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാപ്പയായിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റും അല്ല, സാധാരണ മാതിരി തന്നെ. ദേഷ്യപ്പെടലേ ഇല്ല, ദേഷ്യം പിടിക്കേ ഇല്ല. ദേഷ്യം പിടിക്കാത്തല്ല, ചീത്ത അറിയാൻ ചെയ്യില്ല. വളരെ അപൂർവമായിട്ടൊക്കെ എന്തെങ്കിലും പറയാം. അങ്ങനെയൊന്നുമില്ല, ദേഷ്യം പിടിക്കലേ ഇല്ല. ഭയങ്കര. ഇത് സിൽവർ വല്ലതും ആണോ? സിൽവർ എന്താ അറിയില്ല. അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോന്ന് കൊണ്ടുവരും. ഫോറിൻ പരിപാടിക്കൊക്കെ പോയി വരുമ്പോ. അതേപോലെ തന്നെ അവിടെ കണ്ട മാതിരി ഒരു കുപ്പിക്കകത്തൊരു കപ്പിൽ നമുക്ക് കാണാം. അത് തുറന്നാ കാണാം. ഓ, ഇത് പീസ് ചെയ്യുന്നത് ഉപ്പന്റെ ജ്യേഷ്ഠന് മരിച്ചുപോയി. മൂപ്പര് ഇതൊക്കെ ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കൊടുത്തേറ്റാ മുമ്പേ. ഇത് പീസ് ഇങ്ങനെ ഈ ഇത് പിടിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഓരോ പീസ് വെച്ച് ഗം വെച്ച് ചെയ്യണ. ഇത് ഇവിടെ വേറൊരു ലിവിംഗ് ഏരിയ. ഇവിടെ ഒരു ഗ്രാമഫോണൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൊട്ടിച്ചായി പിള്ളേര് പൊട്ടിച്ചാ വർക്ക് ചെയ്യണ സാധനമായിരുന്നു. ആണോ? ഒക്കെ മുമ്പൊക്കെ മദ്രാസിലെ ഡബിങ്ങിന് ഷൂട്ടിങ്ങിനൊക്കെ പോയി വരുമ്പോഴൊക്കെ അതിന്റെ റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവരുന്നു. കൊറേ പാട്ടൊക്കെ കേട്ടതാ. കൊറേ ബഷീർഖാന്റെ ഒക്കെ വീട്ടില് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ മാർബിൾ ആണല്ലേ? ഫുള്ള് മാർബിൾ. താഴത്തെയും മാർബിൾ ആണ്? ഒക്കെ മാർബിൾ ആണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്? 2500 അങ്ങനെ എന്തോ. 2500 സ്ക്വയർ ഫീറ്റ്. ഇവിടെ ഇപ്പം മാമുക്കോയ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? ലാലേട്ടൻ വന്നിരുന്നു, അത് മരിച്ചത്. അതിന് മുമ്പൊന്നും വന്നിട്ടില്ല. പഴയ വീട്ടിൽ മുമ്പ് അമ്മക്ക് വന്നേന്, തറവാട്ടിലവിടെ. പിന്നെ മരിച്ച സമയത്ത് ഒരുപാട് ആളുകൾ വന്നത്, ശേഷം വന്നതൊക്കെ തന്നെ. അല്ലാതെ പിന്നെ ഇപ്പൊക്കെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റാന്ന് പറയാ, സെലിബ്രിറ്റി മൈൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ വന്നാലൊക്കെ വലിയ ബന്ധങ്ങളാന്ന് പറയിപ്പിക്കാനൊക്കെ അല്ലെ വീട്ടിൽ കൊണ്ടുപോണേ, പിടിച്ചലിച്ച് കൊണ്ടുപോകണം അതിനാ. അപ്പൊ മറ്റവരായിട്ട് ബന്ധമുണ്ട്, ഇവരായിട്ട് ബന്ധമുണ്ട്. ആസിഫ് അലി മമ്മൂട്ടിന്റെ കാറായിട്ട് വീട് പോയപ്പോ ആള് കൂടി എന്നൊക്കെ പറഞ്ഞില്ലേ. മമ്മൂക്കന്റെ കാറായിട്ട് വീട്ടിൽ പോയി, അപ്പൊ ആളുകൾ കൂടി. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നുമില്ല. ഇപ്പൊ ജോലിക്ക് പോണ്, വരുന്ന അവിടെ കാണുന്ന ജോലി ചെയ്യണമെന്നല്ലാതെ വേറൊന്നുമില്ല. ഇല്ല. അപ്പൊ അങ്ങനെ സിനിമ ഫീൽഡിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്ന് പറയാനായിട്ട് അങ്ങനെ വരുത്തുണ്ടെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ വരുത്തുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇവിടെ പോകുമ്പോഴും വരുമ്പോഴും മണിച്ചേട്ടൻ വരുത്തുണ്ടായിരുന്നു, ഇന്നസെന്റ്. പിന്നെ അങ്ങനെ ഒടുവിൽ തിലകന്, ആ ഒരു ടീമില്ലേ ഇപ്പന്റെ പഴയ ഒരു ക്ലാസിക് ടീമുകൾ, അതൊക്കെ ഇവിടെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ വരും. അല്ലാത്തവർ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കാര്യമൊക്കെ അവരിങ്ങനെ പോകുന്നു. ഈ ഉപ്പ ഓഫ് കോഴ്സ് ഇപ്പം ഒരു ഇഷ്ടപ്പെട്ട നടനെ ഇക്കയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കന്റെ ഉപ്പന്റെ പേരായിരിക്കും പറയാ അല്ലേ? അങ്ങനൊന്നുമില്ല. ഇല്ലേ? എനിക്ക് കോമഡിയിൽ ഇഷ്ടം ഇന്നസെന്റിനെ ഇഷ്ടം. ആണോ? ഞാനോർത്തു മാമുക്കോയ സാറിന്റെ പേര് അറിയുന്നതാണ്. ഉപ്പ അങ്ങനെ നല്ല നടനാണ്, കുറെ കോമഡി കാണുന്ന. ഏറ്റവും നമുക്ക് ഇഷ്ടം അങ്ങനെ ഇന്നസെന്റിനെ. പിന്നെ ഉപ്പനെ അങ്ങനെ കാണുമ്പോൾ ചെറിയണ കൂടുതൽ. പുറത്തുള്ള ഒരാൾ കാണുമ്പോൾ ചെറുക്കനല്ലേ. ഉപ്പന്റെ കുറെ നമ്മൾ നേരെ കാണുന്നതായതുകൊണ്ട് സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലോ. ഇല്ല. ഓക്കെ. ഇപ്പം അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പം ലൈക്ക് നിരന്തരം വിളിച്ച് അന്വേഷിക്കുക, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്ന അങ്ങനെ ആരെങ്കിലും സുഹൃത്തുക്കൾ, സെലിബ്രിറ്റീസ്? അങ്ങനെ സിനിമാ ലോകത്ത് ആരുമില്ല, ആർക്കും ഇല്ല. ഒരാൾക്കൊരാളും സിനിമാ ലോകത്തിൽ. ഇതൊക്കെ ആ സെറ്റിൽ കൂടുന്നു, പടം വർക്ക് ചെയ്യണ്, പടം കഴിയുമ്പോൾ പിരിച്ചു വിടും. അല്ലാതെ ഇങ്ങനെ രാവിലെ എണീച്ച് അത് പോട്ടെ ചോദിക്കണൊക്കെ എല്ലാം നാടകീയമായിട്ട് പറയണതാ. ആരെങ്കിലും അവനെ കണ്ടു, ഞാൻ അവനുമായി സംസാരിച്ച എല്ലാം കളവാ. അങ്ങനെ ആരുമില്ല. അങ്ങനെ പണ്ട് ഇങ്ങനെ ഈ തെങ്ങുന്തോപ്പിലിരിക്കുക, ഒരു വീട്ടിൽ കൂടിയിരിക്കുക. ഇപ്പൊ കാരവനൊക്കെ ആയില്ലേ, ഒരാളൊരു ബന്ധുമില്ല. ആ ഷോട്ടിന് റെഡി ആകുമ്പോൾ മാത്രം വരെ തീരെ പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് കൈ കൊടുപ്പം. നമ്മൾ സംസാരിച്ചില്ലേ, ആദ്യമായിട്ട് കണ്ട് സംസാരിക്കും. ഇങ്ങനെ കാണുമ്പോൾ പിന്നെ നമ്മൾ കുറേ സംസാരിക്കും പോലെ പറയും. നമ്മളിപ്പോൾ ഇതിങ്ങനെ പറയല്ലേ, പറയാൻ വേണ്ടി ചെയ്യണല്ലോ. അതുപോലെ തന്നെ ആ ഷൂട്ടിന് വേണ്ടി മാത്രം അഭിനയിക്കും. ബാക്കി അത് കഴിഞ്ഞാൽ അപ്പൊ ഒരുമ്പെട്ട വന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പൊ ജാഫർക്കൊക്കെ ഒരു കാരവൻ ഉണ്ട്. ജാഫർക്കിന്റെ ഷോട്ട് ജാഫർക്ക് വരും, ഇന്ദ്രൻ സെട്ടൻ വരും, ഇല്ലെങ്കിൽ മറ്റൊരു ഇങ്ങനെയൊക്കെ തന്നെ. വേറെ ഒരു പ്രത്യേകിച്ച് ഇതൊക്കെ കഴിഞ്ഞാൽ രാത്രി പിന്നെ ഒന്നാമത് സമയം ഉണ്ടാവില്ല. പുലർച്ചക്കൊക്കെ ഷൂട്ടിങ്ങിന് പോയി
രാത്രി ലേറ്റ് ആയിട്ടൊക്കെ വന്ന് അങ്ങനെ ഇരുന്ന്. മുമ്പൊന്നും അങ്ങനെയല്ല. മുമ്പ് ഒരു റൂമിൽ എല്ലാവരും കൂടി ഷീറ്റ് കളിച്ചിരിക്കും. ഇവിടെ കുതിരട്ട് മപ്പേടിൻ്റെ വീട് ഇവിടെ അടുത്താണ്. കുതിരട്ട് മപ്പേടിൻ്റെ വീട്ടിൽ അവിടെ കുതിരട്ട് മപ്പേടിൻ്റെ പഴയ നാടക കമ്പനി രാജമ്പാടൂർ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവനതിലൊരു കള്ളനായിട്ടൊക്കെ അഭിനയിച്ച മമ്മൂട്ടി ബിരിയാണി വാങ്ങി കൊടുത്തടിക്കാനൊക്കെ അയാളൊക്കെ സ്ഥിരമായിട്ട് രാജേട്ടനൊക്കെ അവിടെ ഉണ്ടാവും. ഒരുപാട് പേര് അവിടെ ഇരുന്ന് അവിടെ സീറ്റ് കളിച്ചിരുന്ന് തമാശ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ. ഇപ്പം അതൊന്നും കൂടി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊക്കെ അവിടെ ഒപ്പപ്പായിട്ടുള്ള പാടും അവിടെ ഉണ്ടാവില്ല. സിനിമ കഴിഞ്ഞാൽ ആരും അങ്ങനെ സംസാരിക്കാനോ അതൊന്നും ഇല്ല. എല്ലാവരും പിന്നെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും അവര് ഡെയിലി രാത്രി ക്ലബിലൊക്കെ കൂടി ജോലിയാക്കണം. ഒരു കുന്തുമില്ല. ആരും തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെ കാണുമ്പോൾ മാത്രം. ഇക്കൊക്കെ ഇനിയിപ്പം സിനിമാ രംഗത്തേക്ക് സിനിമ അഭിനയിച്ച് വേറൊരു പൊട്ടിച്ചൂട്ട് എന്നൊരു പടം ചെയ്യാനുണ്ട്. അപ്പം മാസം ലാസ്റ്റ് ഒക്കെ ഷൂട്ടിങ് തുടങ്ങും. അത് 2-3 പടം പറഞ്ഞാണ്. എന്നെ വിളിച്ചാൽ ഒന്നിൽ പോലീസായിട്ട് അഭിനയിച്ചത് CI ആയിട്ട്. അതൊന്നും ആവില്ല. നമുക്കിപ്പോൾ ഈ കോഴിക്കോടുള്ള ഒരു ഈ ഭാഷാ ശൈലിന്റെ ഒക്കെ പ്രശ്നങ്ങളില്ലേ നമുക്ക്. അയ്യോ അല്ല, അത് പ്രശ്നം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് പറയാ, ഈ കോഴിക്കോട് ഭാഷേനെ മലയാള സിനിമയിൽ ഇത്ര ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നത് മാംകോയ സാറല്ലേ. മറ്റേ അതൊന്ന് പാടാൻ വയ്ക്കാം. അതൊക്കെ അല്ലേ ഇപ്പൊ അതിലൊക്കെ സീനുകളൊക്കെ അല്ലേ ഇപ്പൊ പറയണില്ലേ. പിന്നെ മലയാളം ആരുണിഭദ്ര പാടുമ്പോ അത് പാടുമ്പോ തന്നെ അല്ലേ പറയണത് ബാലയാണ് പാട്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയില്ലേ മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് ഈ ഭാഷ ഷാ ഒന്നും മാറ്റാൻ കഴിയും. ഒരു ഷാ ഉള്ളൂ. മഷിന്റെ ഷാ, ശശിന്റെ ഷാ, രസത്തിന്റെ ഷാ എന്നില്ല. നമ്മൾ മലബാറികൾക്കും കോഴിക്കോട്ടുകാർക്കും ഒരു സ, ഒരു യ, ഒരു ഗ, മേഘം, നഗം, ഗംഗ അതൊക്കെ ഒറ്റ ഗ ആയിരിക്കും. നമുക്ക് വേറെ വേറെ ഗ ഒന്നും അങ്ങനെ ഉപയോഗിക്കണ്ടല്ലോ ആവശ്യമില്ലാത്ത. ഇപ്പം ഞാൻ താഴെ ഓസ്ട്രേലിയയുടെ ഒരു മാപ്പ് സംഭവം കണ്ടു. ഇപ്പൊ ഇത് കണ്ടു. നമുക്ക് സാറ് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. സിനിമന്റെ ഒക്കെ ഷോ ഒക്കെ അല്ലേ അതിനൊക്കെ അല്ലാതെ ടൂർ എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പൊ. അതേപോലെ യാത്ര ചെയ്ത് കുഞ്ഞിലെ നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർമ്മയില്ല. വരുന്ന കുറെ സാധനം വീട്ടിലുള്ളതൊക്കെ ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു സാധനം എടുത്ത് ഓർമ്മ വെച്ചതൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. തുണി ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ചൊക്കെ ഉപയോഗിക്കാൻ വെച്ചു. ഈ അലമാരി അത് ഗോദ്രേജിന്റെ അലമാരി. സാധാ അലമാരി അതാണ്. ഇതാണ് ഇക്കാന്റെ ബെഡ്റൂം അല്ലേ. ഇവിടെ ആക്ച്വലി കുറെ പുരസ്കാരങ്ങളൊക്കെ ഇക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് ചെറിയ ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടേ വിളിക്കുമ്പോ പോണ അപ്പൊ ഒരു തരുന്ന. അപ്പൊ ഇപ്പളേ സ്റ്റാർ ആണ്. മാംകോയ സാറ് പറഞ്ഞു ചെയ്യിപ്പിച്ച ഏതെങ്കിലും ഏരിയ കട്ടിലൊക്കെ പറഞ്ഞു എല്ലാം ഇങ്ങനെ ഇതൊക്കെ അത്തരം 30 കൊല്ലം പഴക്കം വീടെടുത്തപ്പോഴുള്ള സാധനം ഭയങ്കര ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഭയങ്കര ചെലവ് വരും. കൂടുതൽ കുറെ പണിയെടുക്കണം. ഇത് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം ആണ്. ഇത് സിസ്റ്റർ ബെഡ്റൂമാ. മൂത്ത ഫാമിലി പിക്ചർ ആണല്ലേ. അതേപോലെ തന്നെ ഈ ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ഈ വീട് പണിതപ്പോഴേ ഉള്ളതാണ്. 3 മാസം മുന്നേ 6 മാസം മുന്നേ പണി തുടങ്ങും. ഇതെല്ലാം കൈപ്പണി എടുത്ത് ചെയ്യണ കൈപ്പണിയാ. അതൊക്കെ 25 വർഷത്തിന്റെ പുറത്തായി കല്യാണം കഴിഞ്ഞിട്ട്. 27 വർഷത്തായി കല്യാണം കഴിഞ്ഞിട്ട്. അതിന് മുന്നേ അപ്പൊ 25 ഇയേഴ്സോളം പഴക്കമുണ്ട് ഈ ഡ്രസ്സിംഗ്. ആയി ആണല്ലേ. ആക്ച്വലി 500-ലധികം സിനിമകൾ ചെയ്ത് നമ്മളെല്ലാവരും അത്രയേറെ ആരാധിക്കുന്ന ഒരു സിനിമാ താരത്തിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിയെ കാണാൻ പറ്റി, ഈ വീട് കാണാൻ പറ്റി. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ എന്തെങ്കിലും പറ, 2 വാക്ക് പറയിക്കാം. എന്ത് പറയാനാ, നന്ദി പറഞ്ഞില്ല. എല്ലാവർക്കും നന്ദി പറയാം. കണ്ടതില് ഭാഗ്യമായി തോന്നുന്നുണ്ട് അത് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആമി. Thank you so much. Thanks for watching guys. Bye.